പിണറായി സർക്കാരിനെ എന്തുകൊണ്ട് ജനം വലിച്ചെറിഞ്ഞു? ഇത് ഒരു ലേഖനമാണ്. ഡി.എം.കെയുടെ തന്നെ ആ ഒരു ഡി.എം.കെയുടെ മുഖപത്രത്തിൽ സി.പി.എമ്മിനെതിരെ വന്നിട്ടുള്ള ഒരു ലേഖനമാണ്. അതില് പ്രധാന തലക്കെട്ടോട് വന്നതാണ്. എന്തുകൊണ്ടാണ് പിണറായി സർക്കാരിനെ ജനങ്ങൾ വലിച്ചെറിഞ്ഞത്? അതൊരു കേരളത്തിൽ പഠന നിന്ന് വലിച്ചെറിഞ്ഞത്. അതെ. ഓ! ഓ! അതൊരു പഠന വിഷയമായിട്ട് തന്നെ ഉം. വെക്കേണ്ട രീതിയിലാണ് അവിടെ ഒരു വലിയ ലേഖനം തന്നെ ഇറങ്ങിയിരിക്കുന്നത്. DMK ശരിക്കും പറയുകയാണെങ്കിൽ വളരെ അപ്സെറ്റാണ്. എത്രയോ വർഷങ്ങളായിട്ട് CPM DMKയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുകയും അവരുടെ ഒരു ഓളത്തിലേറി ഒന്നോ രണ്ടോ സീറ്റുകളൊക്കെ കിട്ടുന്നു. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അവർക്ക് എന്താണ് കാര്യം എന്ന് നമുക്ക് ചോദിക്കാം. ശരിയാണ്, രാജ്യമുണ്ട്, ആനി രാജ്യമുണ്ട്, അങ്ങനെയൊക്കെ അല്ലാണ്ട് ഒരു സ്ട്രോങ് ബേസ് അവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ DMKയുടെ ആ ഒരു തരംഗത്തിൽപ്പെട്ട് ചുളുവിന് ചീര നനച്ചപ്പോൾ വാഴ നനച്ചപ്പോൾ ചീരയും നനഞ്ഞു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കണ്ടീഷനിലാണ്. 2 സീറ്റ് ഇത്തവണ CPM-നും കിട്ടി, 2 സീറ്റ് CPI-ക്കും കിട്ടി. ഈ DMKയുടെ കക്ഷിയായിട്ട് നിന്നുകൊണ്ട്. അങ്ങനെ തന്നെ കോൺഗ്രസിനും 5 സീറ്റ് കിട്ടി. അവസാനം അധികാരത്തിലേറിയത് നമ്മുടെ ജോസഫ് വിജയ് അല്ലേ. അപ്പോൾ ജോസഫ് വിജയ്ക്കാണെങ്കിൽ ഭൂരിപക്ഷത്തിലെത്തണമെങ്കിൽ കുറച്ച് സീറ്റിൻ്റെ കുറവുണ്ട്. 8, 9 സീറ്റിൻ്റെ കുറവുണ്ട്. മാത്രമല്ല അദ്ദേഹം 2 സീറ്റും ജയിച്ചു. ഒരെണ്ണം രാജിവെക്കുമ്പോൾ പിന്നെയും ഒരു സീറ്റ് കുറഞ്ഞു. അങ്ങനെയൊക്കെ കുറച്ച് ടെക്നിക്കൽ ഇതെന്നപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാനുണ്ട് നിന്നോട് കൂടാൻ എന്നും പറഞ്ഞ് നമ്മളുടെ വേണുഗോപാൽ ആണല്ലോ അദ്ദേഹത്തിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 5 പേര് DMK വിട്ട് മറുകണ്ഠം ചാടി. ഒറ്റ പാർട്ടി ആയതാണ്. അതിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് അവരുടെ അംഗത്വം നഷ്ടപ്പെടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വെറുതെ ഇരിക്കുമോ? ഇന്ത്യ മുന്നണിയല്ലേ കേരളം വിട്ടാൽ. ഉടനെ CPM മിണ്ടാണ്ടിരിക്കുമോ? CPI മിണ്ടാണ്ടിരിക്കുക. അവർ പറഞ്ഞു പുറത്തുനിന്ന് ഞങ്ങൾ പിന്തുണ കൊടുക്കും. പുറത്തുനിന്നോ അകത്തുനിന്നോ എവിടെ നിന്നാണെങ്കിലും പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ ജോസഫ് വിജയ്ക്ക് ഭരിക്കുവാനുള്ള മെജോറിറ്റിയായി, അബ്സല്യൂട്ട് മെജോറിറ്റിയായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്റ്റാലിന് തോന്നുന്നത് ഈ പോക്ക് ശരിയല്ല. എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ പറയുന്നത്? ഞങ്ങൾ ഭയങ്കര മാനവികതയുടെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഞങ്ങൾ ഇരട്ടച്ചങ്കരാണ്, അതാണ് ഇതാണ്. ആതിരയ്ക്ക് അറിയാമോ സനാതന ധർമ്മം ഇല്ല എന്ന് പറയുന്ന സ്റ്റാലിൻ്റെയും മകൻ്റെയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ വലിയ എതിരാണ് സനാതന ധർമ്മത്തിന്. അതായത് ഹിന്ദു മതത്തിന് എതിരായിട്ടാണ് അവരെപ്പോഴും പ്രവർത്തിക്കുന്നത്. ആ DMKയുടെ നേതാവായ സ്റ്റാലിനെയാണ് നമ്മളുടെ ആഗോള അയ്യപ്പ സംഗമത്തിന് ഈ തമിഴ്നാട്ടിലൊക്കെ മോള് കണ്ടിട്ടുണ്ടോ? വലിയൊരു ഒരു കല്യാണമൊക്കെ ക്ഷണിക്കാൻ മുമ്പ് വലിയൊരു സിൽവറിൻ്റെ താമ്പൂലം വയ്ക്കും, അതിൽ സാരി വയ്ക്കും, അതിൽ സ്വർണം വയ്ക്കും, പല കാര്യങ്ങളും വച്ചിട്ടാണ് പ്രധാനപ്പെട്ട ആൾക്കാരുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കുന്നത്. ഓരോ താമ്പൂലത്തിനും ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുണ്ട്. അങ്ങനെയാണ് പിണറായി സഖാവ് മുട്ടുകാലിൽ നിന്നൊരു താമ്പൂലം കൊടുത്ത് വരൂ വരൂ കളിയാടിയിടാൻ വരുമോ നീ എന്നും പറഞ്ഞ് വിളിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ വന്ന കാര്യം ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് അദ്ദേഹം വന്നില്ല. പകരം ആരോഗ്യമാണ് അറിയിച്ചത്, നമ്മൾ കണ്ടല്ലോ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകണ്ട. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾക്കും സ്റ്റാലിനെ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹമാണ് മാനവികതയുടെ പ്രതീകം, അദ്ദേഹമാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് സമയമായപ്പോൾ എന്തെങ്കിലും ഒരു അധികാരത്തിൻ്റെ ഒരു ചെറിയ അപ്പക്കഷ്ണം കിട്ടുവാൻ വേണ്ടിയിട്ട് ഇത്രയും അവരുടെ കൂടെ നിന്ന സ്റ്റാലിനെയും DMKയും ഒറ്റ മടിയുമില്ലാണ്ട്, ഒരു മടിയുമില്ലാണ്ട് ചതിച്ചു. അല്ലെങ്കിൽ കട്ടപ്പയെ പോലെ പിന്നിൽ നിന്ന് കുത്തി അല്ലേ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേരളത്തിൽ വെറും 35 സീറ്റിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. CPM-ഉം എല്ലാവരും കൂടെ ചേർന്നാട്ടോ, ഘടകകക്ഷികളൂടെ ചേർന്നിട്ടാണ് 35. CPM-ന് തനിച്ച് അത്രയില്ല. ആ സാഹചര്യത്തിൽ സ്റ്റാലിൻ വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ. വിശ്വാസവഞ്ചന കാണിച്ചു പുറകിൽ നിന്ന് കൂട്ടി. മാത്രമല്ല ഇവിടെയാണെങ്കിൽ പോലും ഇപ്പോഴാണെങ്കിലും സ്വന്തം സ്ഥാനം സിന്ദാബാദ്, സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള ഞാനൊന്ന് ഇതായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോ നേതാക്കന്മാരെയും കൊണ്ട് വന്ന് നിന്ന് തൻ്റെ കുടുംബത്തിന് മെച്ചപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പിണറായി കാണിക്കുന്ന രണ്ടാംകിട കളി ഏത് ബോധമുള്ള വ്യക്തിക്കും അല്ലെങ്കിൽ സ്വല്പമെങ്കിലും സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാർക്ക് സഹിക്കാൻ പറ്റൂല. സ്വന്തമായിട്ട് കാസ്റ്റിംഗ് വോട്ട് ചെയ്തല്ലേ പ്രതിപക്ഷ നേതാവായത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം മൈക്കിൽ നിന്ന് പിടിവിടുന്നുണ്ടോ മൈക്കിൽ നിന്ന്? പ്രതിപക്ഷ നേതാവിന് ഏത് സമയം മൈക്കിൽ തൂങ്ങിക്കിടക്കല്ലേ. VD സതീശൻ ചോദിക്കുമ്പോഴൊക്കെ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ 99 സീറ്റേ ഉള്ളൂ LDF-ന്. ഇപ്പം 102 സീറ്റിലാണ് UDF ഭരിക്കുന്നത്. 3 സീറ്റിൻ്റെ ആധിക്യമുണ്ട്. എന്നിട്ടും മാന്യത കൊടുക്കുന്നുണ്ട് സ്പീക്കർ. പിണറായിക്ക് പ്രതിപക്ഷ നേതാവ് എന്നുള്ള മാന്യത കൊടുക്കുന്നുണ്ട്. ആതിര പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വലിയ ആർട്ടിക്കിളാണ് ഫസ്റ്റ് പേജിൽ തന്നെ വന്നിരിക്കുന്നത്. വലിയ ഫോട്ടോ സഹിതമാണ് വന്നിരിക്കുന്നത് അല്ലേ. ഈ CPM-നെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. തീർച്ചയായിട്ടും പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഒരു സർക്കാരിനെ ജനങ്ങൾ വീട്ടിലിരുത്തിയത് എന്നുള്ളത് വലിയൊരു പാഠമാണ്. എങ്ങനെ
ഒരു സർക്കാർ മാറാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പൊ DMKയുടെ ആണെങ്കിലും ഭരണം മാറിയിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ഞാൻ അപ്പൊ പറയാൻ അവർക്കും പോയത്. DMKയും അത് കണ്ട് പഠിക്കേണ്ടതാണ്. അമൃതമായാൽ അധികമായാൽ അമൃതം അമൃതും വിഷം വിഷം. എന്നൊരു ചൊല്ല് തന്നെയുണ്ട് അല്ലേ? അത് തന്നെയാണ് പറ്റിയത്. കൂടുതൽ കൂടുതൽ തങ്ങളുടെ സൗകര്യങ്ങളിലേക്ക് മാത്രം ഈ CPMന്റെ നേതാക്കൾ ഒതുങ്ങിയത് കൊണ്ടാണ് ജനം നിങ്ങളോട് പോയിട്ട് 5 മാസം 5 കൊല്ലം ആ സൗകര്യങ്ങളിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് സ്റ്റാലിനും വന്നത്. അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിപ്പിച്ചിരുന്നത്. ഉപമുഖ്യമന്ത്രിയാക്കുന്നു, അവനാണ് ഇനി എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അച്ഛൻ കഴിഞ്ഞാൽ മകനല്ല, മകൻ കഴിഞ്ഞാൽ മകൻ്റെ മകനല്ല. വേറെയും ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട് ഇത് നേതൃത്വത്തിലേക്ക് വരാനായിട്ട്. അവരെയൊക്കെ തള്ളി മാറ്റി ഉദയനിധി സ്റ്റാലിൻ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല, വേറെയും ആൾക്കാരുണ്ട് എന്ന് തമിഴ്നാട് ജനത പറഞ്ഞു. ഇവർ കൊടുത്തിരിക്കുന്ന ഈ ആർട്ടിക്കിൾ പറയുകയാണെങ്കിൽ അതൊരു ബുൾഷിറ്റാണെന്ന് പറയണം. സ്വന്തം ഇങ്ങനെ ചൂണ്ടുക ഞാൻ ആദരിക്ക് നേരെ കേട്ടോ കയ്യ്. 3 വിരൽ ആരുടെ നേരെ ഇരിക്കണേ? എൻ്റെ നേരെ ഇരിക്കുന്നത്. ഈ DMKക്ക് എന്താ അവകാശം CPMനെ കുറ്റം പറയാനായിട്ട്? ഇവിടുത്തെ ജനങ്ങൾ നല്ല ബുദ്ധിയും ബോധവുമുണ്ട്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും ബുദ്ധിയും ബോധവും ഉണ്ടെന്ന് അവരിപ്പോൾ കാണിച്ചു. സാധാരണ അവരങ്ങനെ കുറച്ചൊക്കെ ഒരു ഇതായിട്ടാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ മാറി 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 എല്ലാ 5 കൊല്ലത്തിലും UDFും LDFും വരും. കഴിഞ്ഞ ഒരൊറ്റ പ്രാവശ്യമാണ് 2 പ്രാവശ്യം ഭരണത്തുടർച്ച ഉണ്ടായത്. അതിൻ്റെ ഉന്മാദാവസ്ഥയിൽ മൂന്നാമതും വരുമെന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി വെച്ചത്. അപ്പോൾ അതിന് ജനങ്ങൾക്കറിയാം ഞങ്ങളുടെ പണമിട്ടാണ് ഈ കളി മുഴുവൻ നടക്കുന്നത്, ഇനി ഇവിടെ നടപ്പില്ല എന്ന് അവർ പറഞ്ഞു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അപ്പോൾ DMK ആണെങ്കിലും പിണറായി വിജയൻ ഇനി അത് വായിക്കുന്നുണ്ടെങ്കിൽ ഉം. തമിഴിലാണ്. ഇനിയിപ്പോൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ട് വായിക്കുകയാണെങ്കിലും നല്ലതാണ്. അവർ കണ്ടെത്തിയത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് ഒന്നും പിണറായി വിജയൻ വായിക്കൂല. എനിക്ക് ശേഷം പ്രളയം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്ന് രാവിലെ കൂടെ LDFിൻ്റെ കൺവീനർ രാമകൃഷ്ണനല്ലേ, അങ്ങനെ വന്നിന്ന് എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമുക്കൊന്നും ഒരു ബുദ്ധിയും ബോധമില്ലേ? പിണറായി തൊടാൻ ഞങ്ങൾ സമ്മതിക്കൂല. തൊട്ടെന്ത് പറ്റും? പിണറായി തൊട്ടാൽ എന്ത് പറ്റും? അങ്ങനെ ഒരു മനുഷ്യനല്ലേ. ഈ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള കാര്യങ്ങൾക്ക് എതിരെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തൊടും. ജയിലിലടയ്ക്കേണ്ടി വന്നാൽ ജയിലിലടയ്ക്കും. മണിക്കൂറുകളോളം വിസ്തരിക്കേണ്ടി വന്നാൽ വിസ്തരിക്കും. എന്താണ് അദ്ദേഹത്തിന് മാത്രം ഒരു പ്രൊട്ടക്ഷൻ? അതിൻ്റെ ഒന്ന് അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചത് കൊണ്ടാണ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞ് കൈകൊട്ടിക്കളി ഉണ്ടാക്കുന്നു. എന്താണ് കേരളം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ കാൽപാദത്തിലാണെന്ന് പറയുന്നു. അത് അതെനിക്കറിയാം. ഒരു എന്താണ് 100ഓളം സ്ത്രീകൾ ചേർന്ന് പാടിയ പാട്ടാണ് ഉദ്യോഗസ്ഥർ. ആ ഉദ്യോഗസ്ഥർ 100ഓളം പേര് ചേർന്ന് പാടണമെങ്കിൽ എത്ര മണിക്കൂർ ഒരു ഓഫീസ് ടൈമിൽ പുറത്തു പോയിട്ടുണ്ടാവണം അല്ലേ? കേരളത്തിൻ്റെ തനതായ ഓണത്തിനൊരു പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഓഫീസ് സ്റ്റാഫ് പുറത്തിറങ്ങിയാൽ അതിന് വലിയ പ്രശ്നം. എന്നാൽ ഈ കാരണഭൂതനെക്കുറിച്ച് പാട്ട് എഴുതിയോ ഉണ്ടാക്കിയോ അതോ ഒരുമിച്ച് നിന്ന് ആലപിക്കാനായിട്ട് സ്റ്റാഫൊക്കെ പോയി നിന്നാൽ ഒരു പ്രശ്നമില്ല. വല്ലാത്തൊരു ലിമിറ്റിലേക്ക് പോയി നമ്മൾ. ഇപ്പോൾ റഷ്യയിലാണെങ്കിൽ പോലും സ്റ്റാലിനൊക്കെ അവസാനമായപ്പോൾ ചക്രവർത്തിയുടെ ഒരു ഇതിലേക്ക് പോയി. അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഒരു ചീത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇവിടെ അങ്ങനെ കൊല്ലാനൊക്കില്ല. എന്നാലും നമ്മുടെ മണിയാശാൻ പറഞ്ഞു 1 2 3 എന്ന് നമ്മൾ ഒരാളെ കുത്തിക്കൊന്നു, ഒരാളെ എന്താണ് പോയിന്റ് ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്തു, ഒരാളെ തച്ചു കൊന്നു എന്നൊക്കെ മണിയാശാൻ പറഞ്ഞ ഒരു 13 പേരെ ലിസ്റ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാനും കേപ്പബിളാണ്. പക്ഷേ ജനങ്ങൾക്ക് തോന്നി ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൊച്ചു കേരളം നാമാവശേഷമാവും. ഇപ്പോഴും ജനിക്കുന്നൊരു കുട്ടി 1.4 ലക്ഷം രൂപ കടക്കണിയിലാണ് ജീവിക്കുന്നത്. ഇവർ 5 കൊല്ലം കൂടെ ഭരിച്ചിരുന്നെങ്കിൽ അത് 5 ലക്ഷമായിട്ട് മാറിയേനെ. ആ സമയത്ത് പിണറായിയും കുടുംബവും അതുപോലെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലിരിക്കുന്ന ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരൊക്കെ വലിയ 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 കോടീപതികൾ ആയി മാറും. ജനങ്ങൾ കടക്കണിയിൽ താഴേക്ക് വരുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ജനങ്ങളൊരു നല്ല പാഠം പഠിപ്പിച്ചത്. അതിനിപ്പോൾ തമിഴ്നാട്ടുകാരിന്ന് ഇത് ചെയ്ത പുസ്തകം എഴുതേണ്ടയോ മുഖപ്രസംഗം എഴുതേണ്ടയോ ഒന്നും ആവശ്യമില്ല. സ്വന്തം മിററിൽ പോയിട്ട് സ്വന്തം ഇമേജ് നോക്കുമ്പോൾ അവിടെ സ്റ്റാലിന് പകരം കാണുക പിണറായിയുടെ രൂപം തന്നെയായിരിക്കും. അതുകൊണ്ട് രണ്ടുപേരും ഒന്നിനൊന്ന് ഭായി ആണ്, അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ
ജനങ്ങൾ കൃത്യമായിട്ട് ഇത് തന്നെയാണ് എനിക്ക് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയോടും പറയുന്നത്. അദ്ദേഹം പിണറായിയുടെ നിഴലായിട്ട് നടക്കുന്ന പോലെ നമുക്ക് തോന്നി. ഓരോ കാര്യങ്ങളും പിണറായി ചെയ്തിരിക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ, ജനോപകാരപ്രദമല്ലാത്ത കാര്യങ്ങൾ ഓരോന്നും പാർട്ടിയോടും നേതാക്കന്മാരോടും മന്ത്രിമാരോട് പോലും ആലോചിക്കാണ്ട് അദ്ദേഹം നടപ്പിലാക്കാൻ നോക്കുന്നു. പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ ഓരോന്ന് പ്രഖ്യാപിക്കുന്നു. മുതിർന്ന നേതാക്കളായ വി.എം. സുധീരൻ ഉൾപ്പെടെയുള്ളവർ അതിൽ പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുന്നു. അസ്വസ്ഥരാണ്, അസംതൃപ്തരാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയായാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് വിചാരിച്ച നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും അസ്വസ്ഥരാകുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലേഖനം വി.ഡി. സതീശനും കൂടെ ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഒന്നും ഇറ്റേണലായിട്ട് ഈ ലോകത്തില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമേ നമുക്ക് ശേഷം ജീവിച്ചിരിക്കുകയുള്ളൂ. അത് ഇപ്പോഴേ ശ്രീ വി.ഡി. സതീശൻ മനസ്സിലാക്കി പിണറായിയുടെ പാത പിന്തുടരാതെ പോവുകയാണെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ താമസിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ലത്.